നമുക്ക് 10th ഇന്ന് നമ്മൾ കറണ്ടിന്റെ ഒരു കംപ്ലൈന്റ് വന്നുകൊണ്ട് വൈഫൈയുടെ ഒരു പ്രശ്നം വന്നുകൊണ്ട് നമ്മൾ രാവിലത്തെ ക്ലാസ് മിസ്സായി പോയായിരുന്നു. ഏത് ലൈവ് ക്ലാസ്. കുഴപ്പമില്ല, ഈ കണക്ക് ശ്രദ്ധിക്കാം. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ടെസ്റ്റിനകത്തേ അല്ല, വളരെ ആൾ എക്സാം ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഞാനൊരു 5-6 ടെസ്റ്റ് വെച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലാതെ നമുക്ക് എളുപ്പമാർഗമൊന്നും പഠിക്കുമല്ല, എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഇൻ ദ ഫിഗർ കോട്സ് പി ക്യു കോ ഇസ് ഈക്വൽ ടു പി എസ്. പി ക്യു ഇസ് ഈക്വൽ ടു പി. പി ക്യൂവും പി എസ് ഈക്വൽ ആണ് അല്ലെ. കോട്സ് പി ക്യു ഇസ് ഈക്വൽ ടു പി എസ്. പിന്നെ എസ് ഈസ് എ പോയിന്റ് ഓൺ പി ടി. എസ് ഈസ് എ പോയിന്റ് ഓൺ ദ കോഡ് ക്യു ആർ. ക്യു ആർ എന്ന് പറയുന്ന കോഡിന്റെ ഒരു പോയിന്റ് ആണ് എസ്. പക്ഷെ ആംഗിൾ പി 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ആംഗിൾ പി 70 ഡിഗ്രി. അപ്പൊ പി എ ക്യു ആർ ടി എസ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് പി ക്യു ഒരു പി ടി ഒരു കോഡാണ്, ക്യു ആർ ഒരു കോഡാണ്. അപ്പം ഇൻ ദ ഫിഗർ പി ക്യു ഇസിക്കൽ ടു പി എസ്. പി ക്യു പി എസും തുല്യമാണെന്ന് പറയുന്നുണ്ട്. എന്നല്ലേ പറയുന്നത്? ഇൻ ദ ഫിഗർ പി ക്യു ഇസിക്കൽ ടു കോഡ് എന്ന് പറയുന്ന ഇൻ ദ ഫിഗർ പി ക്യു ഇസിക്കൽ ടു പി എസ്. പി ക്യുവും പി എസും തുല്യമാണ്. എസ് ഈസ് എ പോയിന്റ് ഓൺ ദ കോഡ് ക്യു ആർ. ക്യു ആറിലെ ഒരു പോയിന്റ് ആണ് എസ്. എസ് എന്ന് പറയും ക്യു ആറിലെ ഒരു പോയിന്റ്. അപ്പൊ പി ടിയിലെ ഒരു പോയിന്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി 70 ഡിഗ്രി. ആംഗിൾ പി എത്ര തന്നിരിക്കുന്നത്? 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എസ് ആർ ടി. ആംഗിൾ എസ് ആർ ടി കാണണം. എസ് ആർ ടി ഈ ആംഗിൾ കാണണം. എസ് ടി ആർ അതാണ്ട് ഈ ആംഗിളും കണ്ടുപിടിക്കണം. എസ് ആർ ടിയും എസ് ടി ആറും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മള് ശ്രദ്ധിച്ചോണം. ആംഗിൾ പി ഇസിക്കൽ ടു 70 ഡിഗ്രി എന്ന് പറയുമ്പോൾ ആംഗിൾ ആർ എന്ന് പറഞ്ഞാലും 70 ഡിഗ്രി തന്നെ. ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ സെയിം സെഗ്മെന്റ്. നോക്കി, ക്യു പി ടി എന്ന് പറയുന്നത് തന്നെ ക്യു ആർ ടി. കണ്ടോ, ക്യൂവിൽ തുടങ്ങി ടിയിൽ വന്നു നിന്നു, ക്യൂവിൽ തുടങ്ങി ടിയിൽ വന്നു നിന്നു. അപ്പൊ ഇത് 70 ആണെങ്കിൽ ഇതും 70 തന്നെയാണ്. കണ്ടോ, ക്യു പി ടി എന്ന് പറയുന്നത് തന്നെയാണ് ക്യു ആർ ടി. ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ സെയിം സെഗ്മെന്റ്. ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദി സെയിം സെഗ്മെന്റ്. സെയിം സെഗ്മെന്റ്, ഒരേ സെഗ്മെന്റിലെ കോഡുകൾ, ആംഗിൾസ് ആണ്. അപ്പൊ ആംഗിൾസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദി സെയിം സെഗ്മെന്റ്. സെയിം സെഗ്മെന്റ് കേട്ടോ. ക്യൂവിൽ തുടങ്ങി ടിയിൽ വന്നിരുന്നു, ക്യൂവിൽ തുടങ്ങി ടിയിൽ വന്നിരുന്നു. അത് രണ്ടും തുല്യമാണ്. പിന്നെ അത് പറയുന്നുണ്ട് ഗിവൺ പി ക്യു ഈസ് ഈക്വൽ ടു പി എസ്. ഗിവൺ തന്നിട്ടുണ്ട്. ഈ പി ക്യൂവും പി എസും തുല്യ നീളമുള്ളവയാണെന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും therefore triangle PQS is an isosceles triangle. ISOSCELES isosceles triangle ആണ്. സമപാർശ്വ ത്രികോണമാണ്. രണ്ടു വശങ്ങൾ തുല്യമാണെന്ന് പറയുമ്പോൾ പി ക്യൂ പി എസും തുല്യമാണെന്ന് പറയുമ്പോൾ അതെന്താണ്? രണ്ട് വശങ്ങൾ തുല്യമായി, രണ്ട് സൈഡ്സ് തുല്യമായാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോസ്സെലസ് ട്രയാങ്കിൾ, അല്ലെ മലയാളത്തിൽ സമപാർശ്വ ത്രികോണം എന്ന് പറയും. അപ്പൊ പി ക്യൂ ഇസിക്കൽ ടു പി എസ് ആണെങ്കിൽ ബാക്കി കണ്ട് ഈ രണ്ട് ആംഗിളോട് എത്ര വരണം? ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളോട് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണ് വരുന്നത്. അപ്പൊ ഇത് 70 ആണെങ്കിൽ അതിന്റെ ഇത് ഐസോസസ് ആയതുകൊണ്ട് ബേസ് ആംഗിൾ എപ്പോഴും തുല്യമായിരിക്കും. പക്ഷെ 3 കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. അപ്പം 110 ഡിഗ്രിയോടാണ് ഇനി പറയുന്നത്. അപ്പം ഇത് 55, ഇത് 55, 55, 55 വീതം വരും. രണ്ടും 55, 55. ഓക്കെ, അപ്പൊ നമുക്ക് എസ് ആർ ടി കണ്ടുപിടിക്കണം. എസ് ആർ ടി 70 ഡിഗ്രി കണ്ടുപിടിച്ചു കഴിഞ്ഞു. എസ് ആർ ടി ആംഗിൾ എസ് ആർ ടി എന്ന് പറയുന്ന 70 ഡിഗ്രി എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇതാണ് ആംഗിൾ ആർ എന്ന് പറഞ്ഞാൽ അത് ക്യു ആർ ടി എന്നും പറയാം. ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. എസ് ആർ ടി എന്ന് പറഞ്ഞാലും മതി. കാരണം ക്യൂ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ക്യൂവിൽ വന്ന് മുട്ടുന്നുണ്ട്. ഇത് ഒരു ലൈനിൽ തന്നെ ക്യൂ എസും കിടക്കുന്നത്. ഇപ്പൊ ക്യു ആർ ടി എന്ന് പറയുന്നതാണ് എസ് ആർ ടി. അത് തന്നെയാണ് ആംഗിൾ ആർ. ആംഗിൾ ആർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അപ്പൊ എസ് ആർ ടി ഇത് കണ്ടുപിടിച്ചു. ഇനി എസ് ടി ആർ വേണം. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്ക്. ആംഗിൾ ക്യൂ എത്ര? ആംഗിൾ ക്യൂ എന്ന് പറയാൻ അല്ലെ പി ക്യൂ. കണ്ടോ, പി ക്യൂ ആർ എന്ന് പറഞ്ഞാൽ ആംഗിൾ പി ക്യൂ ആർ എന്ന് പറഞ്ഞാൽ 55 ഡിഗ്രി ഇപ്പൊ നമുക്ക് കിട്ടി. പി ക്യൂ ആർ 50 ഡിഗ്രി ആണെങ്കിൽ പി ടി ആറും ആംഗിൾ പി ടി ആറും 55 ഡിഗ്രിയാണ്. എന്താ കാര്യം? അല്ലെങ്കിൽ പി ടി ആർ എന്ന് പറയുന്നതിനാണ് ആർ ടി പി. ഈ പി ടി ആർ എന്ന് പറയുന്നതിനാണ് ആർ ടി പി. അത് തന്നെയാണ് ആർ ടി എസ് അല്ലെങ്കിൽ എസ് ടി ആർ. അപ്പം
therefore angle STR is equal to 55 degree. Angles inscribed and angle inscribed in the same segments. ശ്രദ്ധിക്കുക. അതായത് ഇത് കേട്ടോ, പിയിൽ തുടങ്ങി ആറിൽ വന്നു, അത് 55 ഡിഗ്രി ആണെങ്കിൽ പിയിൽ തുടങ്ങി ആറിൽ വന്നു, അതും 55 ഡിഗ്രിയാണ്, 55 ഡിഗ്രിയാണ്. അപ്പൊ നമുക്കതിനെ PITR എന്ന് വിളിക്കാം, ആംഗിൾ ടി എന്ന് മാത്രം വിളിക്കാം, അല്ലെങ്കിൽ RTP എന്ന് വിളിക്കാം, അല്ലെങ്കിൽ RTS എന്ന് വരെ വിളിച്ചാൽ മതി. കാരണം എസ് ഇങ്ങോട്ട് നീട്ടുമ്പോൾ പിയിൽ വരുന്നത് ഇതൊരു ലൈനിൽ തന്നെ കിടക്കുന്നതാണ്, ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തെന്നുള്ളൂ. അപ്പം STR, ആംഗിൾ STR is equal to 55 ഡിഗ്രി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. നേരത്തെ ഇതുപോലത്തെ വേറൊരു പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിച്ചാണ്, ഇത് വേറൊരു ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് കിടന്നതാണ്. ഇൻ ദ പിക്ചർ O ഈസ് ദ സെന്റർ ഓഫ് സർക്കിൾ. O എന്ന് പറയാൻ സെന്റർ ഓഫ് സർക്കിൾ ആണ്. ഫൈൻഡ് ആംഗിൾ AOC. ഈ ആംഗിൾ AOC കാണും, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ പിക്ചർ O ഈസ് ദ സെന്റർ ഓഫ് സർക്കിൾ, ഫൈൻഡ് ആംഗിൾ AOC. AOC എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ആംഗിൾ കണ്ടുപിടിക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് ചോദ്യമാണ്, ആൻസർ നമ്മൾ വേറൊരു പടം നിങ്ങൾ വരയ്ക്കണം. നിങ്ങൾ ഇത് ഞാൻ ഇതിനകത്ത് വരയ്ക്കുക, നിങ്ങളത് വേറൊരു ഫിഗറോടെ പറയണം. കാരണം നമ്മള് ക്വസ്റ്റ്യൻ ഏതാ ആൻസർ ഏതാന്ന് പ്രത്യേകം തിരിച്ചറിയണം. അപ്പൊ നിങ്ങൾ വേറൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ എഴുതിയിടുക ബുക്കിനകത്ത്. അതിനുശേഷം ആൻസർ എഴുതുമ്പോൾ ഒന്നുകൂടെ ആ പടം വരച്ചതിന് ശേഷം ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ജോയിൻ BO. നമ്മൾ BO അങ്ങോട്ടൊക്കെ ജോയിൻ ചെയ്യും, BO ജോയിൻ ചെയ്യും. അപ്പൊ BO ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, BO ഈസ് ഈക്വൽ ടു AO ഈസ് ഈക്വൽ ടു CO. കാരണം റേഡിയസ് ആണ്, റേഡിയൈ എന്നോ റേഡിയസസ് എന്ന് പറയത്തില്ല, റേഡിയ. കാരണം സർക്കിളിന്റെ OBയും റേഡിയസ് ആണ്, OAയും റേഡിയസ് ആണ്, OCയും റേഡിയസ് ആണ്. അപ്പം റേഡിയസുകളെല്ലാം തുല്യ നീളമുള്ളവയായിരിക്കും. അപ്പം OA ഇസ് ഈക്വൽ ടു OB ഇസ് ഈക്വൽ ടു OC. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ BO ഇസ് ഈക്വൽ ടു AO ഇസ് ഈക്വൽ ടു CO. എങ്ങനെ ചെയ്യാൻ മതി? BO ഇസ് ഈക്വൽ ടു AO ഇസ് ഈക്വൽ ടു CO. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും, രണ്ട് സൈഡ് തുല്യമായാൽ അതുകൊണ്ട് ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ BOC ആർ ഐസോസ്ലെസ് ട്രയാങ്കിൾ. ISOSCELS ഐസോസ്ലെസ് ട്രയാങ്കിൾസ് ആണ്, ഐസോസ്ലെസ് ട്രയാങ്കിൾസ് ആണ്. കാരണം എന്താ? കണ്ടിത് AOB എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും BOC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും, അത് AOB എന്ന് പറയാം, BOA എന്ന് പറയാം, BOC അല്ലെ COB എന്ന് പറയാം, അല്ലെ BCO, എങ്ങനെ വേണം പറയാം. ആ രണ്ട് ട്രയാങ്കിൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. കാരണം ഈ സൈഡും തുല്യമായതുകൊണ്ട്, രണ്ട് സൈഡ് തുല്യമാകുമ്പോൾ ഈ ട്രയാങ്കിൾ ഐസോസ്ലെസ് ആണ്. ഈ സൈഡും തുല്യമായതുകൊണ്ട് രണ്ടും റേഡിയസ് അല്ലേ, അപ്പൊ ഇതും ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ആംഗിൾ BAO എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ABOയും 30 ഡിഗ്രിയാണ്. ബേസ് ആംഗിൾ ഈക്വൽ അല്ലേ? കണ്ടോ, BAO 30 ആണെങ്കിൽ ABOയും ഇതും 30 ഡിഗ്രിയാണ്. കാരണം ബേസ് ആംഗിൾ, ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ പാദകോണുകൾ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇനി അതുപോലെ ഇതും ഐസോസ്ലെസ് ട്രയാങ്കിളാണ്. ആംഗിൾ OCB എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ ആംഗിൾ ആംഗിൾ OBC എന്ന് പറഞ്ഞാലും 40 ഡിഗ്രിയാണ്. അപ്പൊ ഇത് 40 ഡിഗ്രി ആയി. അപ്പോൾ ആംഗിൾ B എന്ന് പറഞ്ഞാൽ ഇത് 30ഉം ഇത് 40ഉം 70 ഡിഗ്രി ആയിട്ട് മാറി. 40 പ്ലസ് 30 മൊത്തം കൂടി 40 പ്ലസ് 30 70 ആയി. ഇത് കണ്ടോ, ഇത് വെർട്ടെക്സ് വന്ന് ടച്ച് ചെയ്തിരിക്കുന്ന സർക്കിളില്ല, അത് സെന്റർ ആവുമ്പോൾ ഇതിന്റെ ഇരട്ടിയല്ലേ ഈ ആംഗിൾ. അപ്പൊ ഇത് 70 ആണെങ്കിൽ ഇതെത്ര വരും? 140 ഡിഗ്രി. അപ്പം ആംഗിൾ AUC is equal to 140 ഡിഗ്രി. എങ്ങനെ 140? 2 into 70 ഡിഗ്രി. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സെൻട്രൽ ആംഗിൾ 140 ആണ്, അതിന്റെ പകുതി ആയിരിക്കും ആ ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് സർക്കിളിൽ വന്ന് മുട്ടുമ്പോൾ ഇതിന്റെ പകുതി ആയിരിക്കും ഇത്, ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത്. ഇത് 140 ആണെങ്കിൽ ഇത് 70, ഇത് 70 ആണെങ്കിൽ ഇത് 140 ഡിഗ്രി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് 10th വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാരണം ഇത് ആനുവൽ എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞ ടെസ്റ്റിനകത്തെ മാത്രമായിട്ട് നമ്മൾ ചോദിക്കത്തില്ല,
എപ്പോഴും നമുക്ക് വേറെ ടെസ്റ്റിനകത്തൊന്ന് പഠിക്കണം. ഞാനിപ്പോ വേറൊരു ടെസ്റ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് കടന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ഇൻ ദ ഫിഗർ ABCD ഇസ് എ സ്ക്വയർ. ABCD ഒരു സ്ക്വയർ ആണ്, സമചതുരമാണ്. ABCD ഒരു സ്ക്വയർ ആണ്. ഫൈൻഡ് ആംഗിൾ APB. ഈ APB എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കുക. ഓക്കെ, കണ്ടോ, അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ 2 മാർക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ 2 മാർക്കിന്റെ ഒരു 5 കണക്ക് വന്നു കഴിഞ്ഞാൽ 10 മാർക്കിന് പോയില്ലേ, അപ്പൊ A+ പോകും. മനസ്സിലായോ? ഇപ്പൊ നമ്മള് കണക്കെങ്ങാണ് മാർക്കോ എല്ലാം 1 മാർക്ക് വരെ പ്രാധാന്യമാണ്, 1/2 മാർക്ക് വരെ പ്രാധാന്യമാണ്, എല്ലാ സ്റ്റെപ്പും പ്രാധാന്യമാണ്, എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം APB. അപ്പൊ നമുക്ക് പറഞ്ഞേക്കുന്നത് ABCD ഒരു സ്ക്വയർ ആണ്, സമചതുരമാണ്. സമചതുരം എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലെ, അതിന്റെ ഡയഗണൽ പെർപെൻഡിക്കുലർ ആകും. അതൊക്കെ പ്രത്യേകം ഓർക്കണം. ഇതിപ്പോൾ ഡയഗണൽ വരയ്ക്കുവാണ്, ജോയിന്റ് AC, ജോയിന്റ് BD, ജോയിന്റ് AC ആൻഡ് BD. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി. ഇത് 90 ആണ്, ഇത് 90 ആണ്, ഇത് 90 ആണ്. പെർപെൻഡിക്കുലർ ഡയഗണൽ ബൈസെക്ട് എന്താണ്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് പെർപെൻഡിക്കുലർ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് O എന്ന് ഇവിടെ കൊടുക്കാം, സെന്ററിനെ. അപ്പം ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. എന്താ കാരണം? നമ്മള് സ്ക്വയറിന്റെ ഡയഗണൽസ് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഡയഗണൽസ് പെർപെൻഡിക്കുലർ. അപ്പൊ 90 ഡിഗ്രി ഇതാണ് ആംഗിൾ. അപ്പം AOB എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. നമുക്ക് പക്ഷെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ ഞാൻ അപ്പൊ ഇതിന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് ചുമ്മാ ജസ്റ്റ് ആണ് ഇവിടെ കൊണ്ടൊരു പോയിന്റ് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇതുകൊണ്ട് ഇങ്ങോട്ട്. നിങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ബുക്കിനകത്ത് എഴുതുക. അതിനുശേഷം ആൻസർ എഴുതുമ്പോൾ വീണ്ടും ആ പടം വരച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഏതാണ് ആൻസർ ഏതാണ് പഠിക്കാൻ എടുക്കുമ്പോൾ മനസ്സിലാവത്തില്ല. ഓക്കെ, ഞാൻ പിന്നെ ആ പടത്തിനകത്ത് തന്നെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മളെ M എന്നോ എന്തൊരു പോയിന്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് പറയാൻ പറ്റും APBM ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജമാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാൻ കഴിയും. കണ്ടോ, ഇത് ഇത്രയും ഭാഗം AM, ഇത്രയും ഭാഗം APBM ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. കാരണം 4 വശമുള്ള എല്ലാത്തിനെയും ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. പിന്നെ 4 വശം ഉണ്ട് താനും, പക്ഷെ അതിന്റെ 4 വെർട്ടെക്സ് ശീർഷങ്ങൾ, 4 വെർട്ടെക്സും സർക്കിളിൽ തന്നെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. സർക്കിളിൽ തന്നെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ആംഗിൾ AMB എത്ര, ഇത് സെൻട്രൽ ആംഗിൾ ആണ് 90. അപ്പൊ ഇവിടെ തുടങ്ങി Aയിൽ തുടങ്ങി Bയിൽ വന്നു, ഇത് സെൻട്രൽ ആംഗിൾ. ആ Aയിൽ തുടങ്ങി തന്നെ സർക്കിളിൽ വന്ന് ടച്ച് ചെയ്തിട്ട് Bയിൽ വന്നിരുന്നു. അപ്പൊ ഇതിന്റെ പകുതിയായിരിക്കും 45 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ AMB 1/2 into 90. 1/2 into 90 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. ഞാനത് ഇതൊക്കെ ഓർത്തോളാം. നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ സർക്കിൾ ഇതാണ് സെൻട്രൽ ആംഗിൾ, ഇങ്ങനെ വരും. ഇത് 100 ആണെങ്കിൽ, ഇപ്പം AOB 100 ആണ്, 100 ആണെങ്കിൽ ആ A തന്നെ വന്നിട്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നു, ഇവിടെ വരുന്നു. ഇതുകൊണ്ട് സർക്കിളിൽ വന്ന് ടച്ച് ചെയ്താൽ അതിന്റെ പകുതി ഇത് 50 ഡിഗ്രി ആയിരിക്കും. ഇത് 200 ആണെങ്കിൽ ഇത് 100 ആയിരിക്കും. ഇത് 50 ആണ്, അതിന്റെ ഇരട്ടി ആയിരിക്കും സെൻട്രൽ ആംഗിൾ 100. അത് ഞാൻ പറയുന്നുണ്ട്, ഒരുപാട് കണക്കിനകത്ത് ഞാൻ പറഞ്ഞു തന്നു. വീണ്ടും നോക്കാം. ഇതൊരു 110 ഡിഗ്രിയാണ്. അപ്പൊ ഇത് AOB സെൻട്രൽ ആംഗിൾ ആണ്, സെൻട്രൽ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് അവിടെ തന്നെ വന്ന് മുട്ടുവാണെങ്കിൽ, ഈ രീതിയിൽ തന്നെ ഇങ്ങോട്ട് വന്ന് മുട്ടുകയാണെങ്കിൽ, അവിടെ തെറ്റി പോലും ഇങ്ങനെ വന്ന് മുട്ടുകയാണെങ്കിൽ, കേട്ടോ, AOB ശ്രദ്ധിക്കാം. AOB 100 ആണ് എങ്കിൽ ഇത് ACB എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി 55 ഡിഗ്രി ആയിരിക്കും. അത് ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് ഇവിടെ വന്നാലും സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും വെർട്ടെക്സ് സർക്കിളിൽ വന്ന് മുട്ടുന്ന ആ ആംഗിളിന്റെ പകുതിയായിരിക്കും 55 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തോണം. അങ്ങനെ ഇത് 90 ആണ് കേട്ടോ. AOB 90 ആണ്. ആ Aയിൽ തന്നെ തുടങ്ങി സർക്കിളിൽ വന്ന് ടച്ച് ചെയ്തു, Bയിൽ തന്നെ വന്നിരുന്നു. അപ്പൊ അതിന്റെ പകുതി 45 ഡിഗ്രിയാണ്. പിന്നെ നമുക്കറിയാം അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണല്ലോ. APBM ഈ സൈക്ലിക് ആണ്. അപ്പൊ ആംഗിൾ APB പ്ലസ് ആംഗിൾ AMB is equal to 180 ഡിഗ്രി. കേട്ടോ, APB പ്ലസ് AMB 180 ഡിഗ്രി ആണ് അല്ലെ. അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആയിരിക്കും. ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരും. അപ്പം APB അറിയത്തില്ല, പ്ലസ് ആംഗിൾ AMB 45 ഡിഗ്രി is equal to 180 ഡിഗ്രി. അപ്പം ആംഗിൾ APB is equal to 180 minus 45 ഡിഗ്രി.
180 നിന്ന് 45 കുറച്ചാൽ 135 ഡിഗ്രി, 135 ഡിഗ്രി. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് SSLCയുടെ ഒരുപാട് വർഷം ആനുവൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. നിങ്ങൾ നെറ്റിനകത്ത് ഡൗൺലോഡ് ചെയ്താൽ, നമ്മൾ ഗൂഗിൾ വെച്ചിട്ട് സെർച്ച് ചെയ്താൽ SSLCയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. ഇൻ ദ ഫിഗർ ABCDEF ഈ സൈക്ലിക് ഹെക്സഗൺ ABCDEF, ചിലപ്പോൾ ഫിഗർ തരത്തില്ല, അപ്പൊ നമ്മൾ ഫിഗർ വരയ്ക്കണം. റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ സമഷഡ്ഭുജം, 6 വശമുള്ള ഭുജം, 6 വശമുള്ള സമഷഡ്ഭുജം എന്ന് പറയും. അപ്പൊ 6 വശമുള്ള ഒരു പോളിഗൺ ആണ് പോളിഗൺ എന്ന് പറയുന്നത്, അല്ലെ? ഒന്നിൽ കൂടുതൽ വശമുള്ള എല്ലാത്തിനും നമ്മൾ പോളിഗൺ എന്നാ പറയുന്നത്. പോളിഗൺ, POLYGON, പോളിഗൺ. അപ്പൊ ഇതൊരു സൈക്ലിക് ഹെക്സഗൺ ആവും. ABCD എല്ലാം തുല്യ ആംഗിൾ ആയിരിക്കും, തുല്യ സൈഡ്സും ആയിരിക്കും. അതുകൊണ്ട് എന്താ പറയുന്നത്, സൈക്ലിക് ഹെക്സഗൺ, സമഷഡ്ഭുജം, സമമായിരിക്കും, എല്ലാം ആംഗിൾസ് തുല്യമായിരിക്കും, വശങ്ങൾ തുല്യമായിരിക്കും. പിന്നെ ഇതിനെ ഞാനങ്ങ് ജോയിൻ ചെയ്തു. ജോയിൻ AD, ഞാൻ AD ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണം A തുടങ്ങണം. A പ്ലസ് ആംഗിൾ A പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ E ഇസിക്കൽ ടു ആംഗിൾ B പ്ലസ് ആംഗിൾ D പ്ലസ് ആംഗിൾ F. ഇത് പല രീതിയിൽ ചെയ്യാം. ഈ ലൈൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് ചെയ്യാം. ഞാൻ രാവിലെ ലൈവ് ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെയാണ് പഠിച്ചത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ട 2-3 മെത്തേഡ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ജോയിൻ AD, ജോയിൻ AD നോക്കി A വേണം. അപ്പൊ നോക്കി ഇതാണ്. അപ്പോൾ നോക്കിക്കോ, ABCD and AFED are cyclic quadrilaterals. അതായത് കണ്ടോ, ഇതൊരു കോഡിലാറ്ററൽ ആണ്. 4 വശമുള്ള എല്ലാത്തിനെയും കോഡിലാറ്ററൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ 4 വെർട്ടിസസും സർക്കിളിൽ തന്നെ വന്നിരിക്കുന്നു. 4 വെർട്ടിസസും സർക്കിളിൽ തന്നെ. ഇതും ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ആണ്. AFED ഇതും ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ആണ്. 4 വെർട്ടെക്സും സർക്കിളിൽ തന്നെ വന്നിരിക്കുന്നു. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പം ഇതും സൈക്ലിക് ആണ്, ഇതും സൈക്ലിക്, ചക്രീയ ചതുർഭുജമാണ്. അപ്പൊ നമ്മൾ ആദ്യം A എന്നുള്ള ആംഗിൾ തുടങ്ങുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ എടുക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ തുടങ്ങിയാണ്. ആംഗിൾ DAB പ്ലസ് ആംഗിൾ DAB പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്താ കാരണം? ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി. ഇത് ആംഗിൾ A എന്ന് എടുക്കാൻ ഒക്കത്തില്ല. ആംഗിൾ A എന്ന് എടുത്താൽ മൊത്തം വരും, ഇത്രയും ഭാഗം വരും. ഇതിവിടെ വരും, ഇത്രയും വരും, ഇത്രയുമാണ് സൈക്ലിക്. അപ്പം ആംഗിൾ DAB പ്ലസ് അല്ലെ BAD എന്ന് എഴുതാം, പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അത് ഇക്വേഷൻ 1. ഇനി B യുടെ തൊട്ടടുത്ത് വരുന്ന ഈ ആംഗിൾ എടുക്കണം. ഈ ആംഗിൾ A എന്നുള്ള നമുക്ക് തുടങ്ങണം. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിന്റെ. അപ്പൊ അതിന് തൊട്ടേപ്പുറത്തുള്ള ആംഗിൾ എടുക്കുക. ആംഗിൾ FAD പ്ലസ് ആംഗിൾ E ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇക്വേഷൻ 2. കണ്ടോ, ഇത് ഈ ഓപ്പോസിറ്റ് ആംഗിൾ, ഇത് 2 ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ ആംഗിൾ F ഇതിനെ ഏതെടുക്കാനൊക്കെ, A എന്ന് പറഞ്ഞാൽ മൊത്തമായി പോകും. അപ്പം FAD പ്ലസ് ആംഗിൾ E, ഇത് ആംഗിൾ E തന്നെ എടുക്കാം. ഈ മാത്രമേ ഉള്ളൂ, രണ്ടായിട്ട് വിഭജിച്ചിട്ടൊന്നുമില്ല. 180. അപ്പം ആഡിങ് 1 ആൻഡ് ഇക്വേഷൻ 1 2 ആഡ് ചെയ്യുക. അപ്പം ആംഗിൾ DAB പ്ലസ് ആംഗിൾ C പ്ലസ് ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക. ആംഗിൾ FAD പ്ലസ് ആംഗിൾ E ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് 180 പ്ലസ് 180. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്തു, റൈറ്റ് സൈഡ് ആഡ് ചെയ്തു. അപ്പൊ നമ്മൾ ആംഗിൾ C പ്ലസ് ആംഗിൾ E ആദ്യം എഴുതി, ഇത് രണ്ടും എഴുതി. പക്ഷെ DAB പ്ലസ് FAD എത്ര നോക്കി. DAB എന്ന് പറയുമ്പോൾ ഇത് DAB പ്ലസ് FAD, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇത് മൊത്തമായി. പ്ലസ് ആംഗിൾ A, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അത് ആംഗിൾ A ആയി. കാരണം DAB എന്ന് പറയുമ്പോൾ ഇവിടെ വരെ, FAD എന്ന് പറയുമ്പോൾ ഇവിടെ വരെ, അത് രണ്ടും കൂടെ ചേർന്ന് ഇത്രയും ഭാഗം A എന്നായി. ഫിസിക്കൽ ടു 360 ഡിഗ്രി. അതായത് ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാണ്. ആ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം വരുന്ന A എന്ന് പറഞ്ഞ ലെറ്റർ ആണ്. ആംഗിൾ A പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ E ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇക്വേഷൻ 3. ഓക്കെ, അത്രയും നമ്മൾ അങ്ങോട്ട് എഴുതും. ഇനി അതിനുശേഷം ഇനി നമുക്ക് ഇത് റൈറ്റ് സൈഡ് ആണ്. അപ്പൊ ഇത് 3 കണ്ടുപിടിച്ചു. റൈറ്റ് സൈഡിൽ B എന്ന് പറഞ്ഞ ആംഗിൾ വേണം, അല്ലെ? നമ്മൾ ഇതിനെടുക്കും, ഇവിടെ എടുക്കുക. B ആംഗിൾ B എടുക്കുകയാണ്. അപ്പൊ ഇതാണ് സൈക്കിളിലേക്ക് ആംഗിൾ B എന്നുള്ള. നോക്കിയാൽ തുടക്കമുള്ള ആംഗിൾ എങ്ങനെ എടുത്താണ് ആംഗിൾ B. നമ്മൾ എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചോളുക. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? ആംഗിൾ B പ്ലസ് ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ.
ആംഗിൾ ADC is equal to 180 degree. Equation 4. 3 വരെ എഴുതി ഇക്വേഷൻ 4. പക്ഷെ ഡി വരുമ്പോൾ നമുക്ക് ഡി എന്നുള്ളതിനകത്ത് വേണം. ഡി വരുമ്പോൾ ഇതൂടെ ചേർന്നാലേ ഡി ആവത്തുള്ളൂ. അപ്പോൾ ഇത് എടുക്കണം. ഇനി ആംഗിൾ EDA പ്ലസ് EDA പ്ലസ് ആംഗിൾ എഫ്. ആംഗിൾ എഫ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇക്വേഷൻ 5. കാരണം നമുക്ക് ഡി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഇത്രയും ഭാഗം ഡി വരുന്നില്ല. ഇത് രണ്ടും കൂടെ ചേർന്നാലേ ഡി വരുന്നത്. അപ്പൊ ഡി എന്ന് വേണം നമുക്ക്. അപ്പൊ അതിന്റെ ഇപ്പുറത്തെ EDB പ്ലസ് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇത് സൈക്ലിക് ആണ്. ആംഗിൾ എഫ് ഈസി അത് എഫ് എന്ന് മാത്രം എഴുതിയാൽ മതി. ആംഗിൾ എഫ് ഇസ് അല്ലെങ്കിൽ EF എന്ന് എഴുതിയാലും ശരിയാണ്. ആംഗിൾ എഫ് ഇസ് ഈക്വൽ ടു 180. ആഡ് 4 and 5 4 ഉം 5 കൂടെ ആഡ് ചെയ്ത് ഇക്വേഷൻ 4 plus 5 4 plus 5 ആഡ് ചെയ്യുമ്പോൾ ആംഗിൾ B പ്ലസ് ആംഗിൾ ADC പ്ലസ് ആംഗിൾ EDA പ്ലസ് ആംഗിൾ എഫ് ഇസ് ഈക്വൽ ടു 180 പ്ലസ് 180. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്തു. വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ റൈറ്റ് സൈഡും ആഡ് ചെയ്തു. ഓക്കെ. അപ്പം ആംഗിൾ B പ്ലസ് ആംഗിൾ എഫ് ഇത് രണ്ടും എഴുതി കഴിഞ്ഞു. ഇനി ADC പ്ലസ് EDA എന്താണ് നോക്കി. ADC എന്ന് പറയുന്നത് ADC ആണ്. ADE ആയിരിക്കും അല്ലെ. ആംഗിൾ B പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ ADC. അപ്പം ആംഗിൾ ADCയും ആംഗിൾ EDAയുടെ ചേർന്ന് EDA കണ്ടോ. ആംഗിൾ ശ്രദ്ധിക്കുക. ADC അത് ഇത്രയും ഭാഗം. ADC ഇത്രയും ഭാഗം. ADC പ്ലസ് ആംഗിൾ EDA ഇതൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇത്രയും വരും. പ്ലസ് ആംഗിൾ D ഇത് രണ്ടും കൂടെ അങ്ങനെ വരും. ആംഗിൾ D ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുക. ആംഗിൾ B പ്ലസ് ആംഗിൾ D പ്ലസ് ആംഗിൾ F ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇക്വേഷൻ 4. അപ്പൊ നമ്മുടെ ആൻസർ ഉണ്ട്. റൈറ്റ് സൈഡ് രണ്ട് ഈക്വൽ. ഇക്വേഷൻ 4 3 ആൻഡ് ഇക്വേഷൻ നമ്മുടെ 3 മുമ്പ് എഴുതിയ 3 ആണ്. ഇത് 4 ഓഫ് 5 ഇത് 6 നൽകിയത് 6. ഇക്വേഷൻ 6 കാരണം 4 ഉം 5 എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ 6. അപ്പൊ ഇക്വേഷൻ 3 ഓൾറെഡി നോക്കി. ഇക്വേഷൻ 3യും 360 ആ റൈറ്റ് സൈഡ്. ഇക്വേഷൻ 6ഉം 360 ആ റൈറ്റ് സൈഡ്. അപ്പൊ റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ഇക്വേഷൻ 3 and 6 ആർ ഈക്വൽ. ഇക്വേഷൻ 3 and 6 ആർ ഈക്വൽ തുല്യമാണ്. 3 കാരണം റൈറ്റ് സൈഡ് ഈക്വൽ. ഇതും 360 ഇതും 360. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പം ആംഗിൾ A പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ E is equal to ആംഗിൾ A പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ E is equal to ആംഗിൾ B പ്ലസ് ആംഗിൾ D പ്ലസ് ആംഗിൾ F. ആംഗിൾ B പ്ലസ് ആംഗിൾ D പ്ലസ് ആംഗിൾ F. കാരണം ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. ലെഫ്റ്റ് സൈഡ് ഈക്വൽ. രണ്ട് ഇക്വേഷന് റൈറ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഈക്വൽ. രണ്ട് ഇക്വേഷന് ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും.